നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായ വിതരണവും നടത്തി. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. KSRTC ബസിൽ ആലേങ്ങാട് സംഘത്തിന്റെ വനയാത്ര. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. ലൂർദ്പുരം GOPSൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണകൂടാരം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേലൂർ ഗ്രാമപഞ്ചായത്ത് കുന്നപ്പിള്ളിയിൽ ദേവരാജഗിരി കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു. ദേശീയപാത പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വരന്തരപ്പിള്ളി സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ അനുമോദന യോഗം നടത്തി. ഫാഷൻ വസ്ത്രരംഗത്ത് വിസ്മയങ്ങൾ തീർക്കാൻ ഫാഷൻ പെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായ വിതരണവും നടത്തി. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ ആൻഡ് യൂത്ത് വിംഗ് ദേശീയോത്സവം 25 ചാലക്കുടി ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായനിധി വിതരണവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനവും 3 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ സഹായ വിതരണവും നടത്തി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്ത യോഗത്തിൽ ചാലക്കുടി DYSP ഓഫ് പോലീസ് PK സുമേഷ് ആദ്യ സംഭാവന സ്വീകരിച്ചു. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറാന വികാരി ഫാദർ വർഗീസ് പത്താടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ടൗൺ അമ്പ് കമ്മിറ്റി ചെയർമാൻ ദേവസ്കുട്ടി പനേക്കാടൻ സ്വാഗതവും ജനറൽ കൺവീനർ ബാബു മേലേടത്ത് നന്ദിയും പറഞ്ഞ യോഗത്തിൽ വൈസ് ചെയർമാൻ ആലിസ് ഷിബു, സെയിന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് ഗോപുരൻ, ചാലക്കുടി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൗൺസിലർ നിത പോൾ, ചാലക്കുടി പള്ളി തിരുനാൾ കമ്മിറ്റി കൺവീനർ ഷൈബു മാളക്കാരൻ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി, ജോബി മേലേടത്ത്, റെയ്സൻ ആലൂക്ക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പരിയാരം തൃപ്പാപ്പള്ളി കവലക്കാടൻ വർഗീസ് മകൻ ഷിൻസൺ മരണമടഞ്ഞു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30ഓടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷിൻസനെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ ഷിൻസൺ ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അമ്മ ഫിലോമിന, ഭാര്യ സൈന, മക്കൾ സൈറ, സൈറിൻ. KSRTC ബസിൽ ആലേങ്ങാട് സംഘത്തിന്റെ വനയാത്ര. പുതുക്കാട് ഡെപ്പോയിൽ നിന്നുള്ള KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നവംബർ മാസയാത്രയിൽ കല്ലൂർ ആലങ്ങാട് കതിർ സൗഹൃദ സംഘത്തിലെ 51 പേരാണ് ജംഗിൾ സഫാരി നടത്തിയത്. തട്ടേക്കാട് പക്ഷി സങ്കേതം, മാങ്കുളം, ആനക്കുളം, മാമലക്കണ്ടം വഴി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വനപാതയിലൂടെ പഴയ മൂന്നാർ ടൗൺ വരെയായിരുന്നു യാത്ര. സ്ഥല സന്ദർശനവും ഭക്ഷണവും ഉൾപ്പെടെ പാക്കേജായിരുന്നു KSRTC ഒരുക്കിയത്.
BTC ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, അൻസാർ, കിഷോർ കുമാർ, സോജൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. 8 മാസം പ്രായമുള്ള കുട്ടി മുതൽ 70 വയസ്സ് പിന്നിട്ടവർ വരെ യാത്രാസംഘത്തിൽ ഉണ്ടായിരുന്നു. സൗഹൃദ സംഘം പ്രസിഡന്റ് പോൾ മാളിയേക്കൽ, സെക്രട്ടറി ഷാജൻ ആലേങ്ങാട്ടുകാരൻ, ട്രഷറർ ബെന്നി പീടികമലയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. വെറ്റിലപ്പാറ 14-ാം നഴ്സറി പടിയിൽ താമസിക്കുന്ന കണ്ണമ്പുഴ വീട്ടിൽ ജീമോന്റെ 70,000 രൂപ വില വരുന്ന പശുവാണ് ചത്തത്. ഇന്നലെ വൈകിട്ട് 4:30യോടെ പമ്പ് ഹൌസിന് സമീപം തീറ്റാൻ വിട്ട പശുക്കളെ പുഴയിൽ കുളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സംഭവമുണ്ടായത്. പശുക്കളിൽ മുന്നിൽ പോയ പശുവിന്റെ ദേഹത്തേക്കാണ് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പശു ചത്തു. സംഭവം കണ്ട് ഒച്ചവെച്ച് ജീമോന്റെ നേരെയും കാട്ടാന പാഞ്ഞടുക്കുകയും ചെയ്തു. ജീമോൻ സമീപത്തെ റോഡിലേക്ക് ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് ഒച്ചവെച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തി. കുറച്ചു നാളുകളായി വെറ്റിലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. പകൽ സമയങ്ങളിൽ പുഴയുടെ തുരുത്തുകളിൽ നിലയുറപ്പിക്കുന്ന കാട്ടാനകൾ വൈകുന്നേരമാകുന്നതോടെ ജനവാസ മേഖലയിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. പലപ്പോഴും ആളുകൾ ആനകൾക്ക് മുൻപിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. പുഴയുടെ അരികിൽ വൈദ്യുതി വേലി സ്ഥാപിച്ച് ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്ന് നാട്ടുകാർ നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ലൂർദ്പുരം GUPSൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, SSK ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ് NJ, സ്കൂൾ HM റിൻസി ജോൺ, കൊടകര BBC സിന്ധു VB, PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. 5 ലക്ഷം രൂപ അതിൻ്റെ മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കായി മാറ്റിവെച്ച് ഒരു നല്ല വർണ്ണക്കൂടാരം എന്ന് പറയാൻ കഴിയാവുന്ന ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ച മേലൂർ ഗ്രാമപഞ്ചായത്ത് കുന്നപ്പിള്ളിയിൽ ദേവരാജഗിരി കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 60 ലക്ഷം രൂപ ചെലവിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നപ്പിള്ളി വാർഡിലെ ദേവരാജഗിരിയിൽ നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം വകയിരുത്തിയിട്ടുള്ളത്. നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PO പോളി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ വിശിഷ്ട അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദിര പ്രകാശൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP ബാബു, PK ബാസി, മുൻ പഞ്ചായത്ത് അംഗം ഷിജി വികാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുന്നപ്പിള്ളി വാർഡ് മെമ്പർ PR ബിബിൻ രാജ് സ്വാഗതവും മേലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ TV നൈജു നന്ദിയും പറഞ്ഞു. ദേശീയപാത പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് പാരിശ്ശേരി മനിക്കശ്ശേരി ചെപ്പപ്പറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള വിഷ്ണുദാസനാണ് പരിക്കേറ്റത്. എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ പുറകിലിടിച്ചാണ് അപകടം. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ കുടുങ്ങിയ വിഷ്ണുദാസനെ പുറത്തെടുത്തത്. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ ഭാഗത്ത് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കൊടകര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഴീക്കോട് മീനോൻ ബസാർ പഴൂപ്പറമ്പിൽ 31 വയസ്സുള്ള നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത്.
പിഴ ഒടുക്കുന്ന മുറയ്ക്ക് തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ ഒടുക്കാതെ വന്നാൽ 7 വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കോവിഡ് കാലഘട്ടത്തിൽ പ്രതി താമസിക്കുന്നിടത്തേക്ക് ഭക്ഷണവുമായി എത്തിയ സമയത്താണ് പ്രതി തുടർച്ചയായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. കുട്ടി സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ER ബൈജു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS സുലാൽ ഹാജരായി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വരന്തരപ്പിള്ളി സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ അനുമോദന യോഗം നടത്തി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വരന്തരപ്പിള്ളി സെയിന്റ് ആന്റണീസ് സ്കൂളിൽ അനുമോദന യോഗവും ആഹ്ലാദ പ്രകടനവും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, പ്രധാന അധ്യാപകൻ KJ സെബി, PTA പ്രസിഡന്റ് NV തോമസ്, അധ്യാപിക ജോഷില എന്നിവർ സംസാരിച്ചു. തുടർന്ന് പള്ളിക്കുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്ഥിരമായ പരിശ്രമം, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, രണ്ടും കൂടി ചേരുമ്പോഴാണ് വിജയം ഉണ്ടാകുക. നിങ്ങളെല്ലാവരും ആ വിധത്തിൽ ഫാഷൻ വസ്ത്രരംഗത്ത് വിസ്മയങ്ങൾ തീർക്കാൻ ഫാഷൻ പെറ്റിൽസിന്റെ നവീകരിച്ച ഷോറൂം പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഭദ്രദീപം തെളിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ നറുക്കെടുപ്പ് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈന ജോർജ് ആദ്യ വിൽപ്പന നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകിയിരുന്നു. ന്യൂബോൺ ബേബീസ്, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, സൽവാർ സ്യൂട്ട്സ്, ലഹങ്ക, ബ്രാൻഡഡ് കുർത്തീസ്, ലെഗിൻസ്, നൈറ്റി, നൈറ്റ് വെയർസ്, കൂത്താമ്പിള്ളി കളക്ഷൻസ്, മെൻസ് സെക്ഷനിൽ ഷർട്ടുകളുടെയും മുണ്ടുകളുടെയും വിപുലമായ കളക്ഷനുകൾ ഫാഷൻ പെറ്റൽസിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ 5000, 3000, 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ നൽകി. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫാഷൻ പെറ്റൽസ്, ബസാർ റോഡ്, പുതുക്കാട്. ഫോൺ നമ്പർ 9446847639.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 70 രൂപ കൂടി ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ സഹായ വിതരണവും നടത്തി. ചാലക്കുടി പരിയാരം അസീസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. KSRTC ബസിൽ ആലേങ്ങാട് സംഘത്തിന്റെ വനയാത്ര. അതിരപ്പിള്ളിയിൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പന ദേഹത്ത് വീണ് പശു ചത്തു. ലൂർദ്പുരം GOPSൽ 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണകൂടാരം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേലൂർ ഗ്രാമപഞ്ചായത്ത് കുന്നപ്പിള്ളിയിൽ ദേവരാജഗിരി കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചു. ദേശീയപാത പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വരന്തരപ്പിള്ളി സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ അനുമോദന യോഗം നടത്തി. ഫാഷൻ വസ്ത്രരംഗത്ത് വിസ്മയങ്ങൾ തീർക്കാൻ ഫാഷൻ പെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂം പുതുക്കാട് ബസാർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 8:30-നും 9:30-നും, രാവിലെ 6:30, 7:30, 8:30-നും ഉച്ചയ്ക്ക് 1 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.